ഈ വീഡിയോയിൽ ബിനിൽ ബാബു 34 വയസ്സ് റഷ്യയിലാണ് കൊല്ലപ്പെട്ടത്. ഉക്രൈൻ്റെ ഉള്ളിൽ റഷ്യക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് കൊല്ലപ്പെട്ടത്. ഇയാള് റഷ്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബിനിൽ ബാബു മാത്രമല്ല, ബിനിൽ ബാബുവിൻ്റെ സഹപാഠി എന്ന് വേണമെങ്കിൽ പറയാം. ബിനിൽ ബാബുവിനെ പോലെ തന്നെ ഇയാളുടെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഇയാൾ റഷ്യയിലേക്ക് പോയത്. അപ്പോൾ ഇയാളുടെ കൂട്ടുകാരനും കൂടെ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അവർ അതേപോലെ കൂട്ടുകാരന് പരിക്കുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഡ്രോൺ അറ്റാക്കിൽ ഇയാൾ കൊല്ലപ്പെട്ടു, അതാണ് വസ്തുത. ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് റഷ്യ എടുത്ത് അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ ഫോറിൻ മിനിസ്ട്രിയും ഇത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം ആൾക്കാർ ഇനിയും റഷ്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ട് ഉക്രൈനെതിരെ ഉള്ള വാറിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതായത് ഈ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഈ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ജോലി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പ്രത്യേകിച്ച് ആ ഒരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ആ വർക്കിന് മാത്രം പോവുക. ഇതേപോലെയുള്ള സ്കാമുകളിലൊക്കെ പോയി പെടരുത്. ഈ ഒരു ഇന്റർവ്യൂ നടത്തി ഇവരെ കൊണ്ടുപോയ ഏജൻസി ഇവരെ വേറെ ജോലിക്കെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവര് ഈ യുദ്ധത്തിന് വേണ്ടി ഹയർ ചെയ്യുന്ന ഏർപ്പാടാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രൈമാണ്, ഇതൊരു ഇന്റർനാഷണൽ ക്രൈമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ റഷ്യയുമായിട്ട് ഇന്ത്യക്കുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇന്ത്യൻസിനെ പിടിച്ചുകൊണ്ട് ഈ വക രീതിയിലുള്ള ഏർപ്പാടുകളൊന്നും ചെയ്യിക്കാൻ പാടില്ലായിരുന്നു റഷ്യ. കൃത്യമായിട്ട് റഷ്യ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. റഷ്യ അറിയാതെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഏത് തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ, നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് ഒരാളിനെ മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ആർമിയിൽ ഇതേപോലെ ജോലിക്ക് എടുക്കുമ്പോഴോ ഇത് കൃത്യമായിട്ട് നമ്മളുടെ എംബസിയുമായിട്ട് വെരിഫൈ ചെയ്യേണ്ടതാണ്. അവരിത് വെരിഫൈ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഇത് നേരത്തെ മുൻകൂട്ടി അറിയാനുള്ള വകുപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇനിയും 20 പേര് ഇതേപോലെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ വളരെ ധർമ്മസങ്കടമായിട്ടുള്ള ഏർപ്പാടാണ്. അതായത് ഇന്ത്യൻ മിലിറ്ററിയിൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേറൊരു രാജ്യത്തിന് വേണ്ടി പോയിട്ട് ഒരു കാര്യമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യക്ക് വേണ്ടിയൊക്കെ പോയി ഇങ്ങനെ ഉക്രൈനിൽ പോയി മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ദയനീയ സംഭവമാണ്. നമ്മളന്ന് നോർത്ത് കൊറിയയിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ഈ രീതിയിൽ ഒരിക്കലും ഈ ഒരു മഞ്ഞിലും ഈ ഒരു തണുപ്പത്തൊക്കെ പോയി കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്തെല്ലാം ജോലിയുണ്ട് നാട്ടിൽ, എവിടെയെല്ലാം പോയി പണിയെടുക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടതാണ്. എങ്ങനെയായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഈ റിസ്ക് എടുത്ത് റഷ്യൻ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കണം. ഇത് വളരെ നിർണായകമായിട്ടൊരു പദ്ധതിയായിട്ട് തന്നെ ഏറ്റെടുക്കണം. ഗവൺമെന്റ് ഇത് ചെയ്യുമെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ബിനിൽ ബാബുവിന്റെ ബോഡി എത്രയും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് അവരുടെ വീട്ടുകാരുടെ അടുത്ത് എത്തിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ മോസ്കോയിലാണ് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വ്യക്തി ഇഞ്ചൂർഡ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നത്. പുള്ളിയും അവിടെ നിന്ന് ഇഞ്ചുറി പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് എത്രയും വേഗം പുള്ളിയെയും അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാടാണ് നടക്കുന്നത്. അടുത്ത് പത്തനംതിട്ടയിൽ ഒരു മൈനർ പെങ്കൊച്ച്, ഈ മൈനർ കുട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 13 വയസ്സ് മുതൽ ഈ കുട്ടി പീഡനത്തിന് ഇരയാവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളം ലജ്ജിക്കുന്ന ഒരു കേസായിട്ട് വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യ കേസിൽ കേരളം പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയല്ല, ഇത് തുടർകഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കാർ ഈ കേസിൽ പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ കൊച്ചു കുട്ടികളുമായിട്ടുള്ള കേസുകൾ ഒരുപാട് കൂടി വരികയാണ് കേരളത്തിൽ. ഈ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അത്ര എഡ്യൂക്കേറ്റഡ് അല്ല, അതുപോലെ തന്നെ ഇത്രയും അവയർനെസ് ഉള്ള ആൾക്കാരല്ല. അവരൊക്കെ ഈ സാധാരണ ഈ നമ്പർ പാഡ്, കീപാഡ് വെച്ചിട്ട് ഡയൽ ചെയ്യുന്ന മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ ആദ്യമായിട്ടാണ് അവർ മൊബൈൽ മേടിച്ചത്. ആ മൊബൈൽ മേടിച്ച സമയത്ത് എല്ലാവരെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഈ വാട്സപ്പ്, ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഈ കൊച്ചിന് മാത്രമേ കുറച്ചുകൂടെ അറിവ് ഉണ്ടായിരുന്നുള്ളൂ. 13 വയസ്സിലാണ് ഈ കുട്ടി ഈ ഒരു വിഷയങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ കുട്ടി 12ാം ക്ലാസ് ആണ്, 12th സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ സ്കൂളിൽ ഒരു കൗൺസിലർ വരുന്നുണ്ട്. അതായത് ഈ കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളിലേക്ക് ഒരു കൗൺസിലർ വരികയും ആ കൗൺസിലർ ലേഡി ഈ കുട്ടികൾക്ക് ഈ മോറൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ, അതേപോലെ ഈ അഡൽട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം ഈ ഒരു 11, 12 ക്ലാസ് ഒക്കെ പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കേണ്ടതാണ്. അതേപോലെ ഈ ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടിയെ മാത്രം അവര് കുറച്ച് എന്തോ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഈ കുട്ടിയെ പേഴ്സണൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത്. അങ്ങനെ പേഴ്സണൽ കൗൺസിലിങ്ങിന് പ്രത്യേക ഒരു മുറിയിലിരുത്തി ഇവര് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്താണ് ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അങ്ങനെ തുറന്നു പറഞ്ഞപ്പം കേട്ടപ്പോഴത്തേക്കും ഇവർ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആ രീതിയിൽ അപ്പം തന്നെ അവർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് നടത്തിയത്.
കാരണം അവരൊരു കൗൺസിലറാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ പോലീസ് അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതാണ്. ഈ തുടങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് ഈ കുട്ടിയെ ഏതാണ്ട് 13 മുതൽ 18 വയസ്സ് വരെ ഏതാണ്ട് 60-ലധികം ആൾക്കാർ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 60-ലധികം ആൾക്കാർ. ഇതിലെല്ലാം മൈനേഴ്സും ഉണ്ടെന്നുള്ളതാണ്. മൈനേഴ്സ് മീൻസ് 14 വയസ്സ്, 18 വയസ്സ്, 17 വയസ്സ്, 16 വയസ്സ് ചെറുക്കന്മാരെല്ലാം ഉണ്ട്. ഇതിൽ 1-2 ആൾക്കാർക്കാണ് 30 വയസ്സിന് മുകളിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെറുപ്പക്കാരാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള ഈ പയ്യന്മാർ സെറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏത് രീതിയിലാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരുവിധ വിലയിരുത്തലും പാരന്റ്സിന് ഇല്ല എന്നുള്ളതാണ്. പാരന്റ്സ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെസ്റ്റേൺ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് എന്തുകൊണ്ടും കുട്ടികളെ വളർത്താൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള കൾച്ചർ. ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വളർത്തേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു വെസ്റ്റേൺ കൾച്ചറുമായിട്ട് അത് നമുക്ക് സ്യൂട്ടബിൾ അല്ല. വെസ്റ്റേൺ കൾച്ചറിൽ പിള്ളേർ വേറെ രീതിയിലാണ് ജീവിക്കുന്നത്. അവർ പാരന്റ്സിൽ ഡിപ്പെൻഡഡ് അല്ല. പാരന്റ്സും ഒരു പരിധി കഴിഞ്ഞാൽ കുട്ടികളിൽ ഡിപ്പെൻഡഡ് അല്ല. പക്ഷേ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങനെയല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഇത് പാരന്റ്സിന്റെ ഒരു അറിവില്ലായ്മ തന്നെയാണ് ഈ കുട്ടിയെ ഈ രീതിയിലേക്ക് ആക്കിയതെന്ന് നമുക്ക് നിരുപാധികം നമുക്ക് പറയേണ്ടി വരും. കാരണം പാരന്റ്സിന് അവരെ കുറ്റം പറയുന്നില്ല, ആ ഒരു സോഷ്യൽ എൻവയറമെന്റ് അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഇതില് ഈ കുട്ടിക്ക് മെസ്സേജ് ആദ്യം ഒരു പയ്യൻ ഈ കുട്ടിയെ പ്രപ്പോസ് ചെയ്ത് എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഈ പ്രേമം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പൊ കുട്ടി ഇങ്ങനെ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വാട്സപ്പും കാര്യങ്ങളെ കുറിച്ചൊക്കെ പാരന്റ്സിന് യാതൊരു ധാരണയില്ല എന്നുള്ളത്. അവരൊരു പുതിയ ഡിജിറ്റൽ ഫോൺ അവർ ഉപയോഗിക്കുന്നു, അത്ര മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പൊ ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ കുട്ടി തന്നെയാണ്. അപ്പൊ കുട്ടി ആദ്യമേ തന്നെ ഈ ഒരു പ്രലോഭനത്തിൽ വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മിസ്യൂസ് ആ സമയത്ത് ഈ ഒരു ചെറുക്കനുമായിട്ട് സംഭവിക്കുന്നുണ്ട്. അത് ആ ചെറുക്കൻ വീഡിയോ ആയിട്ട് പകർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. സത്യസന്ധമായി പ്രേമിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ പകർത്തത്തില്ല. ഇനി സത്യസന്ധമായി പ്രേമിക്കുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ വീഡിയോ പകർത്താൻ സമ്മതിക്കത്തുമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് രണ്ടും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അമിതമായ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ പകർത്തുന്നത് എന്നുള്ള നിലയിലുള്ള ചില ഡ്രാമ ഗിമിക്കുകളൊക്കെ കാണിച്ച് ഈ ചെറുക്കൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഈ ചെറുക്കൻ ഇവന്റെ സുഹൃത്തുക്കളുമായിട്ട് ഇത് കാണിച്ച് പങ്കുവെക്കുകയും അത് ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. ചില സാഹചര്യത്തിൽ ഈ വീഡിയോ സ്പ്രെഡ് ആയി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ വീഡിയോയും ആ ചുറ്റുപാടിൽ തന്നെയുള്ള പയ്യന്മാരാണ് ഇതെല്ലാം. ആ കുട്ടി താമസിക്കുന്ന ഏരിയയിലെ ചുറ്റുപാടിൽ താമസിക്കുന്ന പയ്യന്മാരാണ് ഇതെല്ലാം. യുവമാരെല്ലാരും കൂടെ ചേർന്ന് ഇത് ഓരോരുത്തരും അവനവന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ആ കൊച്ചിനെ മിസ്യൂസ് ചെയ്യുന്ന ഏർപ്പാടാണ്. പല ഏരിയകൾ, പല സ്ഥലങ്ങളിൽ, പല കാടുകളിൽ, പല ബസ്സിന്റെ ഉള്ളിൽ, ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ കൊച്ചിനെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കേസ്. ഇപ്പോഴാണ് ഈ ഒരു കേസ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ശരിക്കും കേരളത്തിൽ നിന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ നാണക്കേട് കൊണ്ട് ഈ സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഞാൻ അത് വായിച്ചു തീർത്തത്. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇതിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ അതൊന്നും ഇതിൽ മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു ടീനേജിൽ ആ ഒരു ഇൻഫാക്ച്വേഷനിൽ ആ ഒരു ടെംപ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്സും കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ബോർഡർ ലൈൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂളുകളിലൊന്നും പഠിപ്പിക്കപ്പെടാത്ത ഒരു വിഷയമാണ്. ഒന്നെങ്കിൽ അത് വീട്ടിൽ പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്കത് അവൈലബിൾ ആക്കണം ആ ഒരു ക്ലാസ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. ഈ ദുരന്തത്തിൽ എന്തായാലും കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 54 പേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. പ്രാഥമികമായിട്ട് 40 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 30 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പൊ ഇനി 60-ലേറെ ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഈ ആൾക്കാരെ കണ്ടെത്തിയെന്ന് പറഞ്ഞാല് ഈ കുട്ടി ഈ ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് എല്ലാം തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫോൺ നമ്പർ എടുത്ത് ട്രാക്ക് ചെയ്തിട്ടാണ് ഈ ഫോൺ മേടിച്ച് പോലീസ് പരിശോധിച്ചപ്പം എല്ലാം വ്യക്തമായി. എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ആരൊക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടി. അങ്ങനെയാണ് ഈ ആശാമാർക്കെല്ലാം പണി കിട്ടിയത്. അപ്പൊ ഈ പണി കിട്ടിയ ഇനിയിപ്പോ എന്താണ് ഈ കേസിൽ തീരുമാനമാകുമ്പോൾ നമുക്കറിയത്തില്ല. പ്രാഥമിക ഘട്ടത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ കേരളം ലജ്ജയോട് തലതാഴ്ത്തി നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത്. മൊത്തത്തിൽ വെസ്റ്റേൺ മീഡിയ ആയിക്കോട്ടെ, അതേപോലെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയാസ് മൊത്തം ഇട്ട് നാറ്റിക്കാണ് കേരളത്തിന്. ISROയുടെ പുതിയ ചെയർമാനായിട്ട് V. നാരായണൻ, സോമനാഥൻ പടിയിറങ്ങാണ്. ഇപ്പൊ V. നാരായണനാണ് ഇപ്പൊ അതിന്റെ ചുമതല ഏൽക്കുന്നത്. പുള്ളി ക്രയോജനിക് എഞ്ചിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിയാണ് ഇനി ISROയെ അങ്ങോട്ട് നയിക്കുക എന്നുള്ളത്. ഇന്ത്യ ഒരു അസാധ്യമായ സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ എനർജിയിൽ ഓടുന്ന ഒരു ട്രെയിൻ എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 400 to 600 ഹോഴ്സ് പവറിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. ആ രീതിയിലുള്ള സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു എഞ്ചിനാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് യൂറോപ്യൻ ഇത് വെസ്റ്റേൺ കൺട്രീസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ ഇതിനെ നല്ല അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതിശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യയിൽ ഇത്രമാത്രം ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെന്നുള്ളത് ഈ ഒരു സയന്റിഫിക് കണ്ടെത്തൽ അത് തന്നെയാണ് ഇന്ത്യയെ ഈ ഒരു അപ്രിസിയേഷന് വിധേയമാക്കുന്നത്. വളരെ അഭിനന്ദനാപൂർവമാണ് ഈ ഒരു സംഗതി ഇന്ത്യ ഗവൺമെന്റ് പുറത്ത് പറഞ്ഞിരിക്കുന്നത്.
ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അറിയാൻ കഴിയുന്നതാണ്. കാരണം ഹൈഡ്രജൻ ഫ്യൂൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റീപ്ലേസ്മെന്റ് ആണ്, അതേപോലെ ഗ്രീൻ എനർജിയും കൂടെയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസ് പറയുമ്പോഴത്തേക്കും അടുത്തൊരു ന്യൂസ് വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ എനർജി ഡെഫിഷ്യൻസിയാണ്, കറണ്ട് ഇല്ല, പവർ ഇല്ല, പല രീതിയിലുള്ള വിഷയങ്ങളാണ്. വീണ്ടും അത് ഇരുട്ടിൽ കിടക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ ഏറ്റവും കൂടുതൽ ഡാമും ജലവൈദ്യുതി പദ്ധതികളൊക്കെ ഉള്ളത് ഈ ഒരു POK ഭാഗത്താണ്, പാക് ഒക്കുപൈഡ് കശ്മീർ, അവിടെയാണുള്ളത്. പക്ഷേ ആ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പവർ കട്ട് നേരിടേണ്ട അവസ്ഥയാണ്. എവിടെയാണോ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ പവർ ഇല്ല. ഇതെല്ലാം എടുത്തുകൊണ്ട് ഇവര് മറ്റുള്ള സ്ഥലങ്ങൾക്ക്, അതായത് ഇവരുടെ പഞ്ചാബ് മേഖല അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയകൾക്ക് ഇവര് വളരെ നല്ല രീതിയിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ ഒരു POK മേഖലയിൽ ഇപ്പോഴും അവരെ അത്ര മുൻഗണന പട്ടികയിൽ വെച്ച് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലുള്ള ഈ ഭരണകർത്താക്കൾ. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സ്പെയിനിലുണ്ട്. സ്പെയിനിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്പെയിനുമായിട്ട് ഒരുപാട് ട്രേഡ് ഡീൽസ്, ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനിലായിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം നടത്തുന്നുണ്ട്. അതിൽ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ഇടേണ്ടി വരും, കാരണം അത്രമാത്രം വിഷയങ്ങൾ സ്പെയിനിൽ ജയശങ്കർ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഓൺലൈൻ മാത്രം ഒരു ഷോർട്ട് ന്യൂസ് ആയിട്ട് അത് ഫീഡ് ചെയ്ത് പോവാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേറെ വീഡിയോയിൽ ഞാൻ ഇതിടാം. തുർക്കിയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സൈപ്രസ് ഏതാണ്ട് 26 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ മേടിച്ചിരിക്കുകയാണ് ഫ്രാൻസിൽ നിന്ന്. ഇത് തുർക്കിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഡീലായി പോയി. എർദോഗൻ താടിയിൽ കൈയും കൊടുത്തിരിക്കുകയാണ്. കാരണം ഇപ്പൊ എന്താണ് ചെയ്യാന്നുള്ളത്. കാരണം സൈപ്രസിന്റെ കഥ അറിയാലോ. സൈപ്രസ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഒരു പാർട്ടാണ് സൈപ്രസ്, അത് ഗ്രീസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ സൈപ്രസിന്റെ പാർട്ടിനെ. അത് സൈപ്രസിന്റെ സോവറിനിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രീസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേറൊരു ഭാഗമുണ്ട്, അത് ഓട്ടോമൻ തുർക്കി അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ സൈപ്രസിന്. ഈ സൈപ്രസ് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ ഏരിയ, അതായത് ഈ സൈപ്രസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ്. ഈ ദ്വീപിനെ കയറി പിടിക്കാൻ തുർക്കിക്ക് യാതൊരു അവകാശമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും തുർക്കി എപ്പോഴും ഇവർക്ക് ഈ പാകിസ്ഥാൻ എങ്ങനെയാണോ POK ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് തുർക്കി ഈ ഒരു സൈപ്രസിനെ വന്നിട്ട് കയറി പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ഓട്ടോമൻ സാമ്രാജ്യം അവസാനിച്ചു എന്നുള്ളത് ഇവർ മറന്നിട്ടില്ല ഇതുവരെ. ഇപ്പോഴും അവർ അതും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ കയറി പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ആ രീതിയിലാണ് സൈപ്രസിനെ ഇവര് പകുതി മുറിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ സൈപ്രസ് ആണെങ്കിൽ ഇപ്പം ഈ ആക്ച്വൽ സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രീസ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സൈപ്രസ് വളരെ വ്യക്തമായി മിലിറ്ററി ഡോമിനേഷൻ പവറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഗ്രീസ് ത്രൂ സൈപ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്. നമ്മൾ ഈ ഗ്രീസിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ സൈപ്രസിന്റെ ഭാഗത്തോ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോയതല്ല തുർക്കിയുമായിട്ട്. നമ്മൾ തുർക്കിക്കെതിരെ ഒരു ഡിപ്ലോമാറ്റിക് നിലപാടെടുത്തുകൊണ്ട് സൈപ്രസിനെയോ അല്ലെങ്കിൽ ഗ്രീസിനെയോ സപ്പോർട്ട് ചെയ്യാൻ പോയതല്ല. ഇത് തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് കശ്മീരിന്റെ ഭാഗത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തി വന്നതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം നമ്മൾ തുർക്കിക്ക് കൊടുത്തിരുന്ന ഈ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു കരാറുണ്ടായിരുന്നു, ആ കരാർ റദ്ദാക്കുകയും അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രീസുമായിട്ട് കൂടുതൽ ടൈപ്പ് വെച്ചത്. അപ്പൊ അത് തുർക്കി അവരുടെ സ്വഭാവം കാണിച്ചതിന് ശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്യണം എന്നുള്ള ഇന്ത്യയുടെ നിലപാട് മാറ്റിക്കൊണ്ട് ഇന്ത്യ ഡിപ്ലോമസി മാറ്റിക്കുറിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഗ്രീസ് ത്രൂ സൈപ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.